വി.എസ്. രഞ്ജിത്ത്, പാകിസ്ഥാൻ പ്രകോപനവും ഭീഷണിയും ഒക്കെ നടത്തുന്നുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ആണവായുധങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അറിയാമല്ലോ എന്ന ഭീഷണി വരെ വരികയാണ്. എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങൾ ഇപ്പോൾ? രഞ്ജിത്ത്. സുജിയ, ഇന്ത്യയുടെ നയതന്ത്ര അറ്റാക്ക് പാകിസ്ഥാനെ ചെറുതായിട്ടൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. അവർ അതിനോട് പ്രതികരിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അവരൊരു ഭീഷണിയുടെ സ്വരം മുഴക്കുന്നുണ്ട്. അതായത് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ, അതായത് സിന്ധു നദീജല കരാറ് റദ്ദാക്കാനാണ് തീരുമാനമെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നുള്ളൊരു ഭീഷണിയാണ്. അത് ആണവായുധം കയ്യിലുണ്ട് എന്നുള്ള ഭീഷണിയാണ്. ഞങ്ങളുടെ കയ്യിലും ആണവായുധമുണ്ട്, യുദ്ധത്തിന് തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയുള്ള, അതായത് ഈ കരാർ റദ്ദാക്കുകയാണെങ്കിൽ, വെള്ളം തരില്ല എന്നുള്ള നിലപാടാണെങ്കിൽ എങ്കിൽ യുദ്ധം തന്നെ എന്നുള്ള ഒരു മട്ടിലുള്ള പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള തീരുമാനം പാകിസ്ഥാനെയും പാകിസ്ഥാൻ സർക്കാരിനെയും ഒക്കെ പൂർണ്ണമായിട്ടും പിടിച്ചുരച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത്തരത്തിലൊരു പ്രതികരണം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യ അനുനയിപ്പിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യക്കെതിരെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്തുണ്ടാവുന്നുണ്ട്. അവർ ആദ്യമായിട്ട് പറയുന്നു, ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു, പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ഐക്യരാഷ്ട്രസഭയോ ആര് പ്രഖ്യാപിക്കുന്ന അന്വേഷണമാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. പക്ഷേ അതിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണവും ഇല്ലാതെയുള്ള നടപടികളിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ കുറ്റപ്പെടുത്തുന്നത് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ്. അങ്ങനെ അന്വേഷണം നടത്താതെയുള്ള നടപടികളിൽ നിന്ന് പിന്മാറണം എന്ന മട്ടിലുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നേരത്തെയൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര ബ്രിട്ടൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ അന്താരാഷ്ട്ര രംഗത്തുള്ള പൂർണ്ണമായിട്ടുമുള്ള ശക്തികൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് ഐക്യരാഷ്ട്രസഭയുടെ മേധാവി അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രതികരണം, പരമാവധി സംയമനം പാലിക്കണം രണ്ട് രാജ്യങ്ങളും എന്നൊരു പ്രതികരണം വന്ന് ഒഴിച്ചു നിർത്തിയാൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര രംഗത്ത് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതും പാകിസ്ഥാൻ സർക്കാരിനെ ചെറിയ തോതിലൊന്നുമല്ല വിരളി പിടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന്, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞങ്ങൾക്ക് ഈ അറ്റാക്കിൽ പങ്കില്ല എന്നുള്ളതാണ്. കശ്മീരിൽ പഹൽഗാമിലുണ്ടായ അറ്റാക്കിൽ ഞങ്ങൾക്ക് പങ്കില്ല. ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നില്ല. അവരെ പിന്തുണയ്ക്കുന്ന പലരും ഇപ്പോൾ ഹോം അറസ്റ്റിലോ കസ്റ്റഡിയിലോ ആണ്. അവർ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് പാകിസ്ഥാൻ അകത്ത് നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം നടത്തുന്നു. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സന്നദ്ധത അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് ഒരു പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ഈ ഘട്ടം വരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്രപരമായ നടപടികളും നയതന്ത്ര അറ്റാക്കും പാകിസ്ഥാന് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കശ്മീരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സംഘം.